SSLC പരീക്ഷയിൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നൊരു ചോദ്യമായിരിക്കും. ഇങ്ങനത്തെ ഒരു ലെൻസ് തരും, എന്നിട്ട് ആ ലെൻസിൻ്റെ ഇവിടെ കൊണ്ടൊരു ഒബ്ജക്റ്റ് വെച്ചു, എവിടെ ഇമേജ് വരും ആ ഇമേജിൻ്റെ റേ ഡയഗ്രം വരയ്ക്കാൻ, പ്രതിബിംബം എവിടെ രൂപീകരിക്കും ആ പ്രതിബിംബത്തിൻ്റെ കംപ്ലീറ്റ് റേ ഡയഗ്രം, ആ രശ്മിയുടെ ഡയഗ്രം എന്താണ് വരയ്ക്കാൻ വേണ്ടി അവർ പറയും. അപ്പോൾ നിങ്ങൾ വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 3 or 4 മാർക്ക് പുഷ്പം പോലെ കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഇതിൽ എങ്ങനെയാണ് പരീക്ഷ ചോദ്യം എന്ന് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 4 മാർക്കിന് 2022 പബ്ലിക് എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് മക്കളെ. നോക്കുക, അനലൈസ് ദ ഫിഗർ ആൻഡ് ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. 2Fന്റെ എഫിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണെന്ന് അവർ പറയുന്നത്. കോപ്പി ദ റേ ഡയഗ്രം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ദ റിയൽ ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ചിത്രം പകർത്തി വരച്ച പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രം റേ ഡയഗ്രം നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫുള്ള് ഒന്നുകൂടി വരയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ദൂരവും ഒക്കെ ഏതാണ്ട് സെയിം ആയിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. ഈ ദൂരവും ഇതൊക്കെ ആ സെയിം ഗ്യാപ്പ് എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ദൂരം എടുക്കുകയാണെങ്കിൽ ഇത് ഇത്രയും 2 സെൻറ്റിമീറ്റർ, ഇത്രയും 2 സെൻറ്റിമീറ്റർ, ഇത്രയും 2 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നേരെ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെ വരയ്ക്കുക? ഫസ്റ്റത്തെ റേ അവർ തന്നിട്ടുണ്ട്. മിക്ക സമയത്ത് ഫസ്റ്റത്തെ റേ അവർ തരും. അവർ തന്നിരിക്കുന്ന റേ എന്താണ്? സമാന്തരമായിട്ടുള്ള റേ അല്ലേ, പാരലാക്സ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തര റേ ഇവിടെ തട്ടി നേരെ ഫോക്കസിലൂടെ പോകുന്നു. അപ്പോൾ അവർക്കറിയാം. രണ്ടാമത്തെ നമ്മൾ വരയ്ക്കണം. രണ്ടാമത്തെ എങ്ങനെ വരയ്ക്കുക? നിങ്ങൾ നേരെ പോളിലേക്ക് വരയ്ക്കുക, നേരെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വരയ്ക്കുക. ഒപ്റ്റിക് സെൻറ്ററിലേക്ക് തട്ടിയിട്ട് എങ്ങോട്ട് പോകും? എങ്ങോട്ടും പോകില്ല, നേരെ പോകും. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ്സാവും നേരെ. അപ്പോൾ രണ്ടും കൂടി മീറ്റ് ചെയ്യാൻ പോകുന്ന അവിടെയാണ്. അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അത്രയുള്ള പരിപാടി, വേറെ ഒന്നുമില്ല. ഇമേജ് ഇങ്ങനെയാണ് ഫോം ചെയ്യുക. കഴിഞ്ഞു, സിമ്പിൾ. അപ്പോൾ 4 മാർക്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടി. അപ്പോൾ കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ഇമേജ് ഫോർമേഷൻ കാണിച്ചു. നെക്സ്റ്റ്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദി ഇമേജ് ഫോംഡ് ഹിയർ. 2 ഫീച്ചേഴ്സ് എഴുതിക്കുക. മക്കളെ ഫസ്റ്റ് പറ, നിങ്ങൾ ഇതിൽ സ്ക്രീനിൽ കിട്ടുമോ? തീർച്ചയായിട്ടും അവിടെ സ്ക്രീൻ കൊണ്ട് വെച്ചാൽ മതി, സ്ക്രീനിൽ കിട്ടും. സ്ക്രീനിൽ കിട്ടാത്തത് ഇവിടെ തന്നെ ഒബ്ജക്റ്റിൻ്റെ അവിടെ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കിട്ടില്ല. മനസ്സിലല്ലേ? അവിടെയാണെങ്കിൽ സ്ക്രീനിൽ തീർച്ചയായിട്ടും കിട്ടും. 2 റേസ് വന്ന് അവിടെ ആക്ച്വലി മീറ്റ് ചെയ്യുന്നു, ലൈറ്റ് വന്ന് അവിടെ മുട്ടുന്നുണ്ട്, അവിടെ കൊണ്ട് സ്ക്രീൻ വെച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. അതായത് ഇത് റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണ്. രണ്ടാമത്തെ റിയൽ ആണ്, എപ്പോഴും ഇൻവേർട്ടഡ് ആണെന്ന് നമുക്കറിയാം. തലകീഴായിരിക്കും, കാണുമ്പോഴും മനസ്സിലാവും തലകീഴായിട്ടാണ് അല്ലേ. അവിടെ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ്, ഇമേജ് തലകുത്തനെയാണ്. അപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒബ്ജക്റ്റിനേക്കാളും കൂടുതൽ വലുപ്പമാണോ അല്ലെ കുറവ് വലുപ്പമാണോ ഇമേജിന്? ഒബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ, ഇമേജ് ഇത്രയും ഉണ്ട്. അപ്പോൾ ഇമേജിലെ കൂടുതൽ വലുപ്പം, അതായത് ഇമേജ് എന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, വലുപ്പം കൂടിയ ഇമേജ് ആയിരിക്കും. ഇത്ര ഓർത്തിച്ചാൽ മതി. അപ്പോൾ ഫീച്ചേഴ്സ് 2 എഴുതാൻ പറഞ്ഞാൽ നമ്മൾ 3 എഴുതി. സൂപ്പർ. വേർ മസ്റ്റ് ദി ഒബ്ജക്റ്റ് ബി പ്ലേസ് ടു ഗെറ്റ് എ റിയൽ ഇമേജ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇതിപ്പോൾ വലിപ്പം കൂടിപ്പോയി, അതേ വലിപ്പം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി മക്കളെ. അത് വരച്ചൊക്കെ നോക്കാം, നമുക്ക് വരച്ചൊക്കെ. പക്ഷെ നിങ്ങൾ ഈ ട്രിക്ക് ഓർത്തൊക്കെ നല്ലതായിരിക്കും. നിങ്ങൾ കൂടുതൽ അടുത്തേക്ക് വരുംതോറും ഇമേജിൻ്റെ വലിപ്പവും കൂടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഫിനിറ്റിയിലാണ് വെക്കുന്നത്, ഏറ്റവും ദൂരെയാണ് വെക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റ് ഇമേജ് കിട്ടാൻ പോകുന്ന ഫോക്കസിലായിരിക്കും, കുഞ്ഞ് ഇമേജാണ് കിട്ടുക. നിങ്ങൾ അടുത്ത പോയിന്റ് എന്താണ്? 2Fൻ്റെ മുൻപ്, അതായത് 2Fൻ്റെ പുറകിൽ, ബിയോണ്ട് 2F. അവിടെ നിങ്ങൾ വെക്കുമ്പോൾ ഇമേജ് കുറച്ചുകൂടി ബാക്കൗട്ട് ആവും. കുറച്ച് അടുത്ത ചെക്ക് പോസ്റ്റ് എന്താണ്? 2F അല്ല, 2Fൻ്റെ ഇടയിൽ, 2Fൻ്റെ Fൻ്റെ ഇടയിൽ ഇവിടെ കിട്ടും. വലിപ്പത്തിൻ്റെ കാര്യത്തിലോ വലിപ്പവും കുറച്ച് കൂടും. അപ്പോൾ ദൂരവും കൂടും, വലിപ്പവും കൂടും. വലിപ്പം നേരത്തെ കുഞ്ഞു പോയിന്റ് ആയിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടി. പക്ഷെ അപ്പോഴും സെയിം വലിപ്പം കിട്ടില്ല. ഒബ്ജക്റ്റ് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഇമേജ് എത്രയേ ഉള്ളൂ? കുഞ്ഞു വലിപ്പമുള്ളൂ. ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് 2F ആണ്. 2Fലേക്ക് പോകുമ്പോൾ അവിടെയും അപ്പുറത്തും ചാടും, ദൂരം കൂടും എന്ന് പറഞ്ഞാൽ അടുത്ത ചെക്ക് പോസ്റ്റ് എന്താണ്? അടുത്ത ചെക്ക് പോസ്റ്റ് 2F ആണ്. അപ്പോൾ 2Fൽ വെച്ചാൽ 2F കിട്ടും. വലിപ്പോ നേരത്തെ വലിപ്പം കുറച്ച് കൂടിയിരുന്നു, ഇപ്പോൾ സെയിം വലിപ്പം കിട്ടി. മക്കളെ, നിങ്ങൾ 2Fൻ്റെ ബിയോണ്ട് വെച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ്? വലിപ്പം കുറച്ചും കൂടി കൂടിയുള്ളൂ അപ്പോഴും, പക്ഷേ ഒബ്ജക്റ്റിന് എത്ര ആയില്ല. ഈ 2Fൽ കൊണ്ടുവെക്കുമ്പോൾ ഒന്നും കൂടി ഒബ്ജക്റ്റിന് എത്ര ആവും. ഇനി ആലോചിച്ച് 2Fൻ്റെയും Fൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഒന്നും കൂടി ചാടും. അതായത് നേരത്തെ 2Fലായിരുന്നു ഇമേജ് കിട്ടി, ഇനി 2Fൻ്റെ പുറകിലായിരിക്കും ഉണ്ടാവും. ഇനി എന്താ സംഭവിക്കുക? വലിപ്പം ഇനി കൂടി വരികയാണ്. അപ്പോൾ നേരത്തെ 2Fലായിരുന്നപ്പോൾ സെയിം സൈസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയി വെച്ചപ്പം വലിപ്പം ഇനിയും കൂടി സെയിം സൈസ് അല്ല, എൻലാർജ് ഇമേജ് ആയിട്ട്. എൻലാർജ് ഇമേജ് അത് നമ്മൾ ഈ കേസിൽ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ Fൽ അടുത്ത ചെക്ക് പോസ്റ്റ് F ആണ്. Fൽ കൊണ്ടുപോയി വെച്ചാൽ അപ്പുറത്ത് എന്തായിരിക്കും കിട്ടുക? അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് ഇനി എന്താണ്? 2F, ബിയോണ്ട് 2F കഴിഞ്ഞ് പിന്നെ ഇനി ആകെയുള്ള ഇൻഫിനിറ്റിയാണ്. അപ്പോൾ Fൽ കൊണ്ടുപോയി വെച്ചാൽ ഇൻഫിനിറ്റിയിലായിരിക്കും കിട്ടുക. വലിപ്പത്തിൻ്റെ കാര്യമോ ഓൾറെഡി എൻലാർജ് ഇമേജാണ് നേരത്തെ കിട്ടിയത്. ഇനി വലിപ്പം കൂടുക എന്ന് പറഞ്ഞാൽ ഹൈലി എൻലാർജ്, ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യാവുന്ന ഹൈലി എൻലാർജ് ആണ്.
അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ. അപ്പോൾ ഇൻഫിനിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസിൽ കുഞ്ഞിത് കിട്ടും, പിന്നെ ബിയോണ്ട് 2Fലാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് കിട്ടും കുറച്ചുകൂടി വലിപ്പം, പക്ഷേ അപ്പോഴും ചെറുതാണ്, ഡിമിനിഷ്ഡ് തന്നെയാണ്, വലിപ്പം കൂടിയിട്ടില്ല. വലിപ്പം കൂടിയിട്ടുണ്ട്, പക്ഷേ വലിപ്പം ഒബ്ജക്റ്റിനാളും കൂടിയില്ല. 2Fലാവുമ്പോൾ 2Fൽ കിട്ടും സെയിം സൈസ് കിട്ടും, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും ഇമേജ്. നെക്സ്റ്റ് എഫിൻ്റെയും 2Fൻ്റെ ഇടയിലാണെങ്കിൽ 2Fൻ്റെ ബിയോണ്ട് കിട്ടും, വലിപ്പം കൂടി, സെയിം സൈസ് അല്ല, ഇപ്രശ്നം വലിപ്പം കൂടി, ഇമേജിന് വലിപ്പം കൂടി, എൻലാർജ് ഇമേജ്. എഫിലാണെങ്കിൽ അടുത്ത ചെക്ക് പോസ്റ്റ് ഇൻഫിനിറ്റിയാണ്, അവിടെ ഹൈലി എൻലാർജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തുകൾ. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. ഇതിൻ്റെ സ്പെഷ്യൽ കേസ് ഉണ്ട്, ഞാൻ അവസാനം പറഞ്ഞുതരാം. അത് എഫിൻ്റെയും പിൻ്റെ ഇടയിൽ, ആ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ഇനി എന്താ പറയുക, വേർ മസ്റ്റ് ദി ഒബ്ജക്ട് ബി പ്ലേസ് ടു ഗെറ്റ് എ റിയൽ ഇമേജ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്ട് പറഞ്ഞ്, അതായത് വസ്തുവിൻ്റെ അതേ വലുപ്പമുള്ള യഥാർത്ഥ പ്രതിബിംബം ലഭിക്കണമെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? യഥാർത്ഥ വലുപ്പം കിട്ടണമെങ്കിൽ ഈ ഒരു ലോജിക്ക് പ്രകാരം നിങ്ങൾ ആലോചിച്ച് മനസ്സിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ അതേ വലുപ്പമുള്ള ഒബ്ജക്റ്റ് കിട്ടും, അതേ വലുപ്പമുള്ള ഇമേജ് കിട്ടും. സോ 2Fൽ നിങ്ങൾ കൊണ്ടുവയ്ക്കാം. 2Fൽ വെച്ചാൽ 2Fൻ്റെ അപ്പുറത്ത് 2Fൽ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾ വരച്ചൊക്കെ വേണം നോക്കുക. മാത്രമല്ല സെയിം സൈസ് വരും. എങ്ങനെ വരച്ച് നോക്കുക? വളരെ സിമ്പിളാണ്. ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കുക, ഫോക്കസിലൂടെ പറപ്പിക്കുക, ഒരെണ്ണം പോളിൽ കൂടി നേരെ പറപ്പിക്കുക, ഉണ്ടോ? രണ്ടും കൂടി പോയിട്ട് ഫോക്കസിൽ അപ്പുറത്തെ 2Fൽ തന്നെ ഇമേജ്. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ തറവായിരിക്കും. എങ്ങനെ ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? റെഡി. അപ്പോൾ ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം നമുക്ക്. 2021 പബ്ലിക് എക്സാമിൽ വന്ന 4 മാർക്ക് ചോദ്യമാണ്. ഒബ്സർവ് ദി റേ ഡയഗ്രാം ഗിവൺ ബിലോ, റീഡ്രോ ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് it to get the image. Write any 2 characteristics of the image obtained. ചിത്രം വരച്ചിട്ട് പ്രതിബിംബം രൂപീകരണം പൂർത്തിയാക്കുക. ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ഇവിടെ വെച്ചിരിക്കുന്ന 2Fൻ്റെ പുറകിലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എവിടെ വരിക? സാർ 2Fലാണെങ്കിൽ 2Fൽ വരും, 2Fലാണ് 2Fൽ വരും. 2Fൻ്റെ പുറകിലാണെങ്കിൽ അടുത്തേക്ക് പോകുമ്പോൾ ദൂരം കൂടിയാണ്. അപ്പം ബാക്കിലായിരുന്നെങ്കിൽ ഇവിടെ ആയിരിക്കും വരിക. 2Fലാണെങ്കിൽ 2Fൽ വന്നു, ബാക്കിലാണെങ്കിൽ ഇവിടെ ആയിരിക്കും വരിക. ഇൻഫിനിറ്റിയിലാണെങ്കിൽ F ആയിരിക്കും വരിക. ഓക്കെ, ആ ലോജിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയോ എഴുതി വന്നല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ സാർ എന്ത് ചെയ്യും? സാർ ഇത് എനിക്ക് അറിയില്ല, അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ വരച്ച് നോക്കുക. അതിനല്ലേ ഞാൻ പഠിപ്പിച്ചെന്ന്. എപ്പോഴും വരച്ച് നോക്കുക. ഇപ്പോൾ ഇവർ തന്നിരിക്കുന്ന പറഞ്ഞാൽ പോളിൽ കൂടി നേരെ പോകുന്നതാണ്, അത് നമുക്കറിയാം. അപ്പോൾ അവർ വരച്ച കറക്റ്റുമാണ്. നമുക്കിനി അടുത്ത് വരയ്ക്കേണ്ട എന്താണ്? പാരലായിട്ട് വരയ്ക്കുക. പ്രിൻസിപ്പൽ ആക്സിനോട് പാരലായിട്ട് വരയ്ക്കുക, പരിപാടി തീർക്കുക. പ്രിൻസിപ്പൽ പാരലായിട്ട് വരയ്ക്കുക, അത് ഫോക്കസിലൂടെ പറഞ്ഞു. ഇത്രയുള്ള സമയം. അപ്പോൾ ഇമേജ് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? സോ ഇമേജ് ഇവിടെ കിട്ടും. ഇമേജ് എവിടെയാണ് കിട്ടുക? എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ബിയോണ്ട് 2Fൽ വെച്ചാൽ എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ തന്നെ കിട്ടും. ഓക്കെ, ഇനി അവർക്ക് എന്താ വേണ്ടത്? 2 സവിശേഷതകൾ. മക്കൾ ഇവിടെ സ്ക്രീനിൽ കിട്ടുമോ? തീർച്ചയായും 2 റേസ് ഒന്ന് ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ സ്ക്രീനിൽ ഇമേജ് കിട്ടും. റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണ്, അതേസമയം ഇൻവേർട്ടഡ് ഇമേജും ആണ്. മാത്രമല്ല സൈസ് പറഞ്ഞ്, ഇമേജിൻ്റെ സൈസ് പറഞ്ഞ്, കുഞ്ഞ് ഇമേജ് ആണ്, വലിയ ഒബ്ജക്റ്റ് കുഞ്ഞ് ഇമേജ്. സോ ഡിമിനിഷ്ഡ് എന്ന് പറയും, അല്ലെ സ്മോൾ ഇമേജ് എന്ന് എഴുതാം കേട്ടോ. ചെറുതായിട്ടുള്ള ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഇത്ര എഴുതി വെച്ചാൽ പരിപാടി തീർക്കും, ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ. ബുദ്ധിമുട്ടില്ല സാർ? സിമ്പിൾ, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി ഒരു ഒറ്റ ചോദ്യം കൂടി ഉത്തരം പറഞ്ഞേ. 1 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ ഇനി നിങ്ങൾക്ക് തോന്നില്ല, ആദ്യം ചെയ്യുമ്പോൾ തോന്നും, പക്ഷേ ഇനി തോന്നില്ല. ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യമാണ് എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ചോദ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, കോൺകേവ് ലെൻസിൻ്റെ ചോദിക്കാറില്ല പരീക്ഷയിൽ, പക്ഷേ കോൺകേവ് ലെൻസിന് ചോദിച്ചാൽ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. റേ ഡയഗ്രാമിന് ഒരു വ്യത്യാസം വരില്ല എന്ന് മനസ്സിലാക്കാം. The image formed by convex lens is inverted and diminished. Then the object must be placed. എവിടെയായിരിക്കും? ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡും ആണ്, അത് വലിപ്പം കുറഞ്ഞതാണ്. ഓക്കെ, മലയാളത്തിലും കൂടി വായിക്കാം. രണ്ട് കോൺവെക്സ് ലെൻസ് അല്ല, കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം ചെറുതും തല കീഴുമായിട്ടുമാണ്. ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഇൻവേർട്ടഡ് ആണ്, റിയലും ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. അങ്ങനെയാണ് ഒബ്ജക്റ്റ് എവിടെയാണ് മക്കളെ? 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടുക, അല്ല സെയിം സൈസാണ് കിട്ടുക. ഓക്കെ, ഞാൻ ബിയോണ്ട് 2Fലാണെങ്കിലോ നമുക്കറിയില്ല, അവിടെ കട്ടെ. ബിയോണ്ട് അല്ലെങ്കിൽ അറിയാം. ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിൽ കുഞ്ഞിത് കിട്ടും, നമുക്കറിയാം. ഇൻഫിനിറ്റിയിൽ കൊണ്ടുവച്ചാൽ ഫോക്കസിൽ കുഞ്ഞിത് കിട്ടും. അടുത്ത ചെക്ക് പോസ്റ്റ് ആണ് 2Fൻ്റെ പുറകെ, ബിയോണ്ട് 2F. മക്കളെ ഇൻഫിനിറ്റിയിലാണ് ഒരു കുഞ്ഞ് ഇമേജ് അവിടെ കിട്ടും, വെരി ഡിമിനിഷ്ഡ് ആണ്. അപ്പോൾ അത് വിടും, പിന്നെ അതിന് പിന്നെ ആലോചിക്കേണ്ട. അടുത്ത ചെക്ക് പോയിന്റ് 2Fൻ്റെ മുൻപ്, 2Fൻ്റെ പുറകിൽ. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക? കുറച്ചും കൂടി വലുപ്പം കൂടി കിട്ടുന്ന പറഞ്ഞാൽ അല്ലേ? എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ കുറച്ചുകൂടി അപ്പുറത്ത് എഫിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി വലുപ്പം കൂടും. പക്ഷേ ആ കുറച്ചും കൂടി വലുപ്പം കൂടുമ്പോൾ പറഞ്ഞാൽ ഒബ്ജക്റ്റിന് എത്ര വലുപ്പമായോ? ഇല്ല, അപ്പോഴും ഒബ്ജക്റ്റിന് എത്ര വലുപ്പമായില്ല, അപ്പോഴും ഡിമിനിഷ്ഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേസായില്ലേ, പരിപാടി തീർന്നു. അപ്പോൾ റിയൽ ഇൻവേർട്ടർ ആൻഡ് ഡിമിനിഷ്ഡ് എവിടെയാണ് ഫോം ചെയ്യുക? റിയൽ ആൻഡ് ഇൻവേർട്ടർ ആൻഡ് ഡിമിനിഷ്ഡ് എവിടെയാണ് ഫോം ചെയ്യുക? ഒബ്ജക്റ്റ് 2Fൻ്റെ പുറകിൽ വെക്കുമ്പോൾ, അതായത് 2Fൻ്റെ ബിയോണ്ട് വെക്കുമ്പോൾ, ബിയോണ്ട് 2F വെക്കുമ്പോൾ, അതായത് 2Fന് അപ്പുറം വെക്കുമ്പോൾ.
ഇത്രയേ ഉള്ളൂ സംഭവം. പരീക്ഷ ചോദിക്കുകയാണ്, ഇതേപോലത്തെ ചോദ്യം മാറ്റി ചോദിക്കുകയാണ്, റിയൽ ആൻഡ് എൻലാർജ്ഡ് ആണ് ഒബ്ജക്റ്റ് കിട്ടിയത്, അതായത് വലിപ്പം കൂടിയ ഒബ്ജക്റ്റ് ഇമേജ് ആണെന്ന് കിട്ടിയെങ്കിൽ എവിടെയായിരിക്കും ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? എവിടെയായിരിക്കും? ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, റിയൽ ആൻഡ് എൻലാർജ് ആണെന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F, എഫിനും 2Fനും ഇടയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലാവുണ്ടോ? അപ്പം ഇങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ചോദ്യം ഉത്തരം കൊടുക്കാൻ പറ്റും. ഫുൾ മാർക്ക് ഇങ്ങോട്ട് പുഷ്പം പോലെ പോരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഫുൾ മാർക്ക് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് മക്കളെ. ആ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. തകർത്ത് എഴുതുക. പിന്നെ ചാനൽ ഫോളോ ചെയ്താൽ കുറേ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.